ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എ സി സർക്യൂട്ടിലെ 5ാമത്തെ ക്ലാസ്സാണ്. ഒരു പവർ ഫാക്ടർ ആൻഡ് പവർ ട്രയാങ്കിളിനെ കുറിച്ചും അതുപോലെ തന്നെ പവർ ഫാക്ടറിനെ കുറിച്ചും. പവർ എ സിയിൽ പവർ വിവിധ തരമുണ്ട്, അതിനെപ്പറ്റിയും അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പവർ ട്രയാങ്കിൾ, അതുപോലെ പവർ ഫാക്ടറിനെ പറ്റിയുള്ള ക്ലാസ്സാണ്. ഒരു ഒബ്ജക്റ്റീവ്സ്: സ്റ്റേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പവർ ആൻഡ് പവർ ഫാക്ടർ ഇൻ എ സിംഗിൾ ഫേസ് സർക്യൂട്ട്. സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ പവറും പവർ ഫാക്ടറും തമ്മിലുള്ള റിലേഷൻ. പിന്നെ ഡിഫൈൻ പവർ ഫാക്ടർ എന്താണുള്ളത്. പിന്നെ കോസ് ഓഫ് ലോ പവർ ഫാക്ടർ, പവർ ഫാക്ടർ ലോ ആവാനുള്ള കാരണങ്ങൾ. പിന്നെ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് പവർ ഫാക്ടറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്. പിന്നെ മെത്തേഡ് ഓഫ് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്, പിന്നെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡുകൾ എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ്, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറയുന്നത്. പവർ ഇൻ എ ഡി സി സർക്യൂട്ട് ക്യാൻ ബി കാൽക്കുലേറ്റ് ബൈ യൂസിങ് ദി ഫോർമുല. നമുക്കറിയാം പവർ ഡി സി സർക്യൂട്ടിലെ പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. പവർ ഈക്വൽ ടു വി ഇൻറ്റു ഐ, അല്ലെങ്കിൽ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ, അല്ലെങ്കിൽ I സ്ക്വയർ ആർ. ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഡി സി സർക്യൂട്ടിൽ. എന്നാൽ എ സി സർക്യൂട്ടിലാണെങ്കിൽ ഈ ഫോർമുല വി ഇൻറ്റു ഐ അല്ലെങ്കിൽ വി സ്ക്വയർ ആർ I സ്ക്വയർ ആർ എന്നുള്ളത് ട്രൂ പവർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഏതൊക്കെ പവർ ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ട്രൂ പവർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓൺലി ഇഫ് ദ സർക്യൂട്ട് കണ്ടെയ്ൻ പ്യുവർ റെസിസ്റ്റൻസ്. എ സിയിൽ പ്യുവർ റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ട്രൂ പവർ, എ സി സർക്യൂട്ടിലെ ട്രൂ പവർ മാത്രം കാണാനേ വി ഇൻറ്റു ഐ എന്നുള്ള ഇക്വേഷൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ പവർ നോക്കാം. നോട്ട് ദാറ്റ് ദ എഫക്റ്റ് ഓഫ് റിയാക്റ്റൻസ് ഈസ് പ്രസൻറ്റ് ഇൻ എ സി സർക്യൂട്ട്. ഈ എന്താണ്, റെസിസ്റ്റൻസ് മാത്രമല്ല എ സി സർക്യൂട്ടിലുള്ളത്, റിയാക്റ്റൻസും കൂടി ഉണ്ട്. അപ്പോൾ റിയാക്റ്റൻസ് വരുമ്പോൾ ഏതൊക്കെ പവർ വരും നമുക്ക് നോക്കാം. പവർ ഇൻ എ സി സർക്യൂട്ട് 3 ടൈപ്പ് പവറാണ് എ സി സർക്യൂട്ടിലുള്ളത്. 3 തരം. ഒന്നാമത്തത് അപ്പാരൻ്റ് പവർ, രണ്ടാമത്തത് ആക്റ്റീവ് പവർ, അതിന് ട്രൂ പവർ എന്ന് പറയാം. പിന്നെ റിയാക്റ്റീവ് പവർ. ഇങ്ങനെ 3 പവറുകളാണുള്ളത്. അപ്പോൾ അപ്പാരൻ്റ് പവർ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ. ഇതിൽ ഒന്നാമത്തെ അപ്പാരൻ്റ് പവർ കാണാനുള്ള ഇക്വേഷനാണ് വി ഇൻറ്റു ഐ. ഇത് ഡി സിയിലുള്ള അതേപോലെ തന്നെയാണ്. മെഷർമെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ദ സെയിം വേ ആസ് ഫോർ ഡയറക്റ്റ് കറണ്ട്. ഡി സിയിൽ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെയാണ് ഇതിൽ. ഇത് മെഷർ ചെയ്യുക എന്താണ്, വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ ഉപയോഗിച്ചിട്ട്. വോൾട്ട് മീറ്ററും അമ്മീറ്ററും കൊടുത്തിട്ട് എന്താണ് വി ഇൻറ്റു ഐ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൽ അപ്പാരൻ്റ് പവർ കാണുക. സിംപ്ലി ദി പ്രൊഡക്റ്റ് ഓഫ് ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് ആണ് ടോട്ടൽ സർക്യൂട്ട് കറണ്ട്. ഒരു ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് എത്രയാണോ അതിനെ ടോട്ടൽ സർക്യൂട്ട് കറണ്ട് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ അപ്പാരൻ്റ് പവർ കിട്ടും. അത് ഡി സിയിൽ കാണുന്നത് പോലെ തന്നെയാണ്. ഇതിൻ്റെ യൂണിറ്റ് ആണ് ഇവിടെ നോക്കേണ്ടത്. യൂണിറ്റ് ഈസ് വോൾട്ട് ആംബിയർ ആണ്. അപ്പാരൻ്റ് പവറിൻ്റെ യൂണിറ്റ് വോൾട്ടിൻ്റെ വോൾട്ട്, ഐ ആംബിയർ. വോൾട്ട് ആംബിയർ ആണ് അപ്പാരൻ്റ് പവറിൻ്റെ. നമ്മൾ വീട്ടിലെ ഇൻവേർട്ടറൊക്കെ അല്ലേ KVA ലാണ് പറയുക അല്ലേ, കിലോ വോൾട്ട് ആംബിയർ. അപ്പോൾ ഈ അപ്പാരൻ്റ് പവറാണ് വോൾട്ട് ആംബിയർ. അപ്പോൾ ഒന്നാമത്തത് അപ്പാരൻ്റ് പവറാണ്. ഇനി രണ്ടാമത്തത് ആക്റ്റീവ് പവർ അല്ലെങ്കിൽ ട്രൂ പവർ. ആക്റ്റീവ് പവർ അല്ലെങ്കിൽ ട്രൂ പവർ. ദി കാൽക്കുലേഷൻ ഓഫ് ആക്റ്റീവ് പവർ ഇൻ എ സി സർക്യൂട്ട് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഇൻ ദി ഡയറക്റ്റ് കറണ്ട്. ഡി സിയിൽ നിന്നും വ്യത്യസ്തമാണ് എ സി സർക്യൂട്ടിലെ ആക്റ്റീവ് പവർ കാണാനുള്ള ഇക്വേഷൻ. എങ്ങനെയാണ് കാണുക എന്നുള്ളത് എന്താണ്, ഡി സിയിൽ നിന്നും വ്യത്യസ്തമാണ്. ആക്റ്റീവ് പവർ കാണാനുള്ളത് ഇസ് പ്രൊഡക്റ്റ് വോൾട്ടേജ്, കറണ്ട്, വി ഉണ്ട്, ഐ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി പവർ ഫാക്ടർ കൂടി ഇത് 3 കൂടി ഗുണിച്ചാലാണ് എന്ത് കിട്ടുക, ആക്റ്റീവ് പവർ കിട്ടുക. ആക്റ്റീവ് പവർ ഈക്വൽ ടു വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ അല്ലേ, ഒരു കോസ് ഫൈയും കൂടി അതിൽ വരും. അതാണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ എന്നുള്ള ആണ് പവർ ഫാക്ടർ. കോസ് ഫൈ ഈസ് ദി പവർ ഫാക്ടർ. അത് എന്താണ്, കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിളിൻ്റെ കൊസൈൻ, കോസ്. അപ്പോൾ നമ്മൾ എന്താണ് വെക്ടർ സം പഠിച്ചിരുന്നു. അപ്പോൾ അതിലൊരു ആംഗിൾ വരും അല്ലേ, വോൾട്ടേജും കറണ്ടും തമ്മിൽ എന്താണ് ഇൻഫേസ് ആയിട്ട് എന്ത് ചെയ്യില്ല. എ സിയിൽ എപ്പോഴും ഇൻഫേസ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇൻഫേസ് ആകാത്ത സമയത്ത് എന്താണ് അതിനിടയിൽ കറണ്ടും വോൾട്ടേജും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ ആംഗിൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ആ ആംഗിൾ നമ്മൾ കോസ് ആംഗിളാണ് തീറ്റ അല്ലെങ്കിൽ ഫൈ. കോസ് തീറ്റ അല്ലെങ്കിൽ കോസ് ഫൈ എന്നുള്ള 2 രീതിയിലും ബുക്കുകളിൽ കണ്ടിട്ടുണ്ട്.
അപ്പോൾ കോസ് ഫൈ ഈസ് ഈക്വൽ ടു എന്താണ് കോസ് ഫൈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, ആർ ബൈ ഇസഡ് എന്നുള്ള പവർ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ആക്റ്റീവ് പവർ കാണാനുള്ള ഇക്വേഷൻ വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ ആണ്. അപ്പോൾ അപ്പാരൻറ്റ് പവർ വി ഇൻറ്റു ഐ മാത്രമായിരുന്നു, ഇപ്പോൾ ആക്റ്റീവ് പവർ വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വിത്ത് എ ലോഡ് വിച്ച് ഈസ് നോട്ട് പ്യുവർലി റെസിസ്റ്റീവ് അല്ലാത്ത ഒരു ലോഡ് ഉണ്ടെങ്കിൽ ആൻഡ് വേർ ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ നോട്ട് ഇൻ ഫേസ്. പ്യുവർലി റെസിസ്റ്റീവ് അല്ലാത്ത ലോഡാണെങ്കിൽ അതിനാണ് കറണ്ടും വോൾട്ടേജും തമ്മിൽ എന്താണ് ഇൻ ഫേസ് ആയിരിക്കില്ല, ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓൺലി ദാറ്റ് പാർട്ട് ഓഫ് കറണ്ട് വിച്ച് ഈസ് ഇൻ ഫേസ് ദ വോൾട്ടേജ് വിൽ പ്രൊഡ്യൂസ് പവർ. എന്താണ് ഇൻ ഫേസ് ആയ പാർട്ട് മാത്രമേ എന്തുണ്ടാക്കുള്ളൂ, പവർ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് യൂണിറ്റ് ഓഫ് ആക്റ്റീവ് പവർ ഇൻ വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ട്. അപ്പോൾ നോക്കുക, നമ്മൾ അപ്പാരൻറ്റ് പവറിൻ്റെ യൂണിറ്റ് വോൾട്ട് ആംപിയർ ആണ് പറഞ്ഞത്, ഇവിടെ ആക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ടാണ്. ഇത് മെഷർ ചെയ്യൽ എന്താണ് വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നോക്കുക, എന്താണ് ആക്റ്റീവ് പവർ വാട്ട് മീറ്റർ ഉപയോഗിച്ച് കിട്ടുന്നത് ആക്റ്റീവ് പവറാണ്. എന്നാൽ നമ്മൾ വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് വെച്ച് കിട്ടുന്നത് എന്താണ് അപ്പാരൻറ്റ് പവറാണ്. ആക്റ്റീവ് പവർ ഡസ് യൂസ്ഫുൾ വർക്ക് ഇൻ ദി സർക്യൂട്ടിൽ പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കിന് ഉപയോഗപ്പെടുത്തുന്നത് ആക്റ്റീവ് പവർ മാത്രമാണ്. ഇറ്റ്സ് നോൺ ആസ് വാട്ട്ഫുൾ കമ്പൗണ്ട് ഓഫ് അപ്പാരൻറ്റ് പവർ. അപ്പാരൻറ്റ് പവറിൻ്റെ വാട്ട്ഫുൾ കമ്പൗണ്ട് എന്നുള്ള ഒരു പേര് ഇതിന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലൈ KSEB തരുന്ന സപ്ലൈ അത് എന്താണ് നമ്മൾക്ക് കിട്ടുന്നത് മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ തരുന്നതാണ് അപ്പാരൻറ്റ് പവർ വി ഇൻറ്റു ഐ. അതെന്താണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു മോട്ടർ ഉപയോഗിക്കണേ അല്ലെങ്കിൽ മിക്സി ഉപയോഗിക്കണേ, ആ സമയത്തൊക്കെ അതിലൊരു കുറച്ച് ലോസ് എന്ന് പറഞ്ഞാൽ അത് കറങ്ങണമെങ്കിൽ എന്ത് വേണം, കുറേ പിന്നെ മാഗ്നറ്റിസം ഉണ്ടാവണം. അവിടെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്താണ് യൂസ്ഫുൾ വർക്കിന് അത് കിട്ടില്ല. അപ്പോൾ അതാണ് ഈ യൂസ്ഫുൾ വർക്കിന് കിട്ടുന്നത് മാത്രമാണ് ആക്റ്റീവ് പവർ. അപ്പോൾ ലൈനിൽ വരുന്നത് അപ്പാരൻറ്റ് പവർ, നമുക്ക് യൂസ്ഫുള്ള വർക്കിന് ഉപയോഗിക്കുന്നത് എന്താണ് ആക്റ്റീവ് പവർ. ഇനി അടുത്തത് റിയാക്റ്റീവ് പവർ. എന്താണ് റിയാക്റ്റീവ് പവർ? വിത്ത് റിയാക്റ്റീവ് പവർ സീക്വൽ ടു വി ഇൻറ്റു ഐ ഇൻറ്റു സൈൻ ഫൈ. നേരത്തെ കോസ് ഫൈ ആയിരുന്നു, ഇവിടെ സൈൻ ഫൈ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, റിയാക്റ്റീവ് പവർ കിട്ടും, വി ഇൻറ്റു ഐ ഇൻറ്റു സൈൻ ഫൈ. എന്താണ് ഇപ്പോൾ ഇത് നോക്കാം. ഓൺലി ദാറ്റ് പാർട്ട് ദ കറണ്ട് വിച്ച് ഈസ് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, കറണ്ടും വോൾട്ടേജും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള സ്ഥലങ്ങളിലാണ് റിയാക്റ്റീവ് പവർ കൂടുതൽ. അത് ഉണ്ടാവുക എവിടുന്നാണ്, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ സർക്യൂട്ടിലാണ്. കപ്പാസിറ്ററും ഇൻഡക്ടറും ഉള്ള സർക്യൂട്ടുകളിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ റിയാക്റ്റീവ് പവർ ഓൺ ദി അതർ ആൻഡ് ആൾട്ടർനേറ്റീവ്ലി സ്റ്റോർ എനർജി ആൻഡ് റിട്ടേൺ ഇൻ ദി സോഴ്സ്. ഇതെന്ത് ചെയ്യും, കപ്പാസിറ്റർ ആണെങ്കിലും ഇൻഡക്ടർ ആണെങ്കിലും എനർജി സ്റ്റോർ ചെയ്യും, അത് സോഴ്സിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. ഇങ്ങനെ ചെയ്യണ സ്ഥലത്താണ് ഇത് ഉണ്ടാവുക. സച്ച് ട്രാൻസ്ഫേർഡ് പവർ ഈസ് കോൾഡ് റിയാക്റ്റീവ് പവർ. ഇങ്ങനെയുള്ള ഈ ട്രാൻസ്ഫേർഡ് പവറാണ് റിയാക്റ്റീവ് പവർ. അപ്പോൾ ഈ റിയാക്റ്റീവ് പവർ മെഷർ ചെയ്യൽ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്, VAR, വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് എന്നുള്ളതാണ് ഇതിൻ്റെ യൂണിറ്റ്. വോൾട്ട് ആംപിയർ, അപ്പോൾ റിയാക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്. ഇപ്പോൾ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ലൈനിൽ വരുന്നത്, KCB ലൈനിൽ വരുന്നത് അപ്പാരൻറ്റ് പവറാണ്. നമ്മളിപ്പോൾ ഒരു മോട്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഷാഫ്റ്റിൽ എത്രയാണോ കിട്ടുന്നത് അതാണെന്ത് ആക്റ്റീവ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പവർ. എന്നാൽ അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മോട്ടർ കറങ്ങണമെങ്കിൽ എന്ത് വേണം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം. ആ മാഗ്നറ്റിക് ഫീൽഡിലൊരു കറണ്ട് ക്യാരിയും കണ്ടക്ടർ ഉണ്ടാവണം. അപ്പോൾ അത് തമ്മിൽ എന്തുണ്ടാവണം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാവണം. ഇൻഡക്റ്റൻസ് ഉണ്ടാവണം, അവിടെ ഒരു ഒപ്പോസിറ്റ് ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും, അവിടെ ഈ മോട്ടർ കറങ്ങണമെങ്കിൽ എന്ത് ആവശ്യമാണ്, അവിടെ ഈ പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായാൽ ആവശ്യമാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ എന്താണ് അവിടെ കുറച്ച് പവർ ലോസ് എന്ന് പറഞ്ഞുകൂടാ. നമുക്ക് എന്താണ് യൂസ്ഫുൾ അല്ലാത്ത പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലോ ഉപയോഗിക്കണമെങ്കിലോ ഈ സാധനം ഉണ്ടാവും വേണം. അപ്പോൾ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് നമ്മൾ എന്താണ് ട്രൂ പവർ റിയാക്റ്റീവ് പവർ കാൻ ഡു നോ യൂസ്ഫുൾ വർക്ക്. നമുക്ക് യൂസ്ഫുൾ വർക്കിന് എന്ത് പറ്റില്ല, അത് കിട്ടൂല. റിയാക്റ്റീവ് പവർ യൂസ്ഫുൾ വർക്കിന് നമുക്കത് കിട്ടൂല. അപ്പോൾ 3 പവർ, അപ്പാരൻറ്റ് പവർ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ. അപ്പാരൻറ്റ് പവർ കാണാൻ വി ഇൻറ്റു ഐ, ആക്റ്റീവ് പവർ കാണാൻ വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ, റിയാക്റ്റീവ് പവർ കാണാൻ വി ഇൻറ്റു ഐ ഇൻറ്റു സൈൻ ഫൈ. ആക്റ്റീവ് പവറിൻ്റെ വോൾട്ട് ആംപിയർ ആണ് യൂണിറ്റ്, റിയാക്റ്റീവ് പവറിൻ്റെ പിന്നെ വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ടാണ്. പിന്നെ റിയാക്റ്റീവ് പവറിൻ്റെ ആണെങ്കിൽ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് അല്ലെങ്കിൽ
KVAR അല്ലെ VAR വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് അല്ലെങ്കിൽ കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്. ഇതെന്നാണ് കപ്പാസിറ്റർ ബാങ്കിൻ്റെ ഒക്കെ പിന്നെ KVARലാണ് നമ്മൾ പറയാറ്. ഇതൊക്കെ ഒരു പവർ ട്രയാങ്കിൾ. അടുത്തത് ഇപ്പോൾ ഈ 3 പിന്നെ പവറും വെച്ചിട്ട് ഒരു പവർ ട്രയാങ്കിൾ ഉണ്ടാക്കണം. ഈ പവർ ട്രയാങ്കിൾ ഐഡൻറ്റിഫൈ 3 ഡിഫറെൻറ്റ് പവർ, 3 പവർ, നമ്മൾ ട്രൂ പവർ, അപ്പ് ആൻഡ് പവറും റിയാക്റ്റീവ് പവറും. ഇവിടെ നോക്കുക, അപ്പ് ആൻഡ് പവറാണ് നമ്മൾ പറഞ്ഞു വരണ അല്ലേ, നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന പവറാണ് അപ്പ് ആൻഡ് പവർ. അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പവറാണ് ട്രൂ പവർ. റിയാക്റ്റീവ് പവർ അതിൽ എന്താണ് യൂസ്ഫുൾ അല്ലാതെ, ലോസ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാമാണ്, എന്നാലോ യൂസ്ഫുൾ അല്ലാതെയുള്ള പവറാണ് റിയാക്റ്റീവ് പവർ. ഇതിൽ നിന്നും എന്താണ് നമുക്ക് ഇങ്ങനെ നമുക്ക് വരച്ചിട്ട് നമുക്ക് കാണാം. ഇതിൽ നിന്നും റിലേഷൻ ടു എമംഗ് ദ 3 ടൈപ്പ് ഓഫ് പവർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ റെഫറിങ് ദി പവർ ട്രയാങ്കിൾ ഉപയോഗിച്ച്. അത് ഫോർ അപ്പാൻ നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ, റെക്റ്റാങ്കിൾ ഈ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ കാണാനുള്ള ഇക്വേഷൻ അല്ലേ, എന്താണ് ഇത് സ്ക്വയർ ഈക്വൽ ടു അല്ലേ C² = A² + B² എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ എന്താണ് അപ്പ് ആൻഡ് പവർ ഈക്വൽ ടു V × I (² ഈക്വൽ ടു ട്രൂ പവർ സ്ക്വയർ പ്ലസ് റിയാക്റ്റീവ് പവർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്താണ് ഇത് ഇവിടെ PA എന്നാണ് അപ്പ് ആൻഡ് പവറിന് കൊടുത്തത്, ഇവിടെ P എന്നുള്ളത് ട്രൂ പവർ കൊടുത്തു, PR എന്നുള്ളത് റിയാക്റ്റീവ് പവറിന് കൊടുത്താൽ എന്താണ് PA². ഇതെന്താണ് പിന്നെ 2 സൈഡുകളും ഇത് അതിൻ്റെ ഡയഗണലുമാണ്. അങ്ങനെയാണെങ്കിൽ PA² കാണാൻ എന്താണ് P² + PR² ട്രൂ പവർ പ്ലസ് റിയാക്റ്റീവ് പവർ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പാരൻറ്റ് പവർ കാണാൻ പറ്റും. അപ്പോൾ അപ്പാരൻറ്റ് പവർ കാണണമെങ്കിൽ PA = അല്ലെങ്കിൽ V × I = V × I VA = √of VI അല്ലേ KW². ഇവിടെ ഇത് മാറിപ്പോയതാണ്, എന്താണ് VA എന്നുള്ളത് W² × VAR² അല്ലെങ്കിൽ എന്താണ് √of P² + PR² കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പാരൻറ്റ് പവർ കാണാൻ പറ്റും. അപ്പോൾ PA എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് പവർ, P എന്ന് പറഞ്ഞാൽ ട്രൂ പവർ, PR എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവർ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഇതിൻ്റെ ആംഗിൾ അല്ലേ, ആംഗിൾ കാണണമെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ് ആംഗിൾ കാണാൻ ഇവിടെ ഇതിൽ നിന്നും cos∅ അല്ലേ, കോസ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ, കോസ് എന്താണ് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനിയസ്. അപ്പോൾ എന്താണ് അഡ്ജസൻറ്റ് ട്രൂ പവറാണ്. അപ്പോൾ ആക്റ്റീവ് പവർ അല്ലെങ്കിൽ ട്രൂ പവർ, ആക്റ്റീവ് പവർ ഡിവൈഡ് ബൈ അപ്പ് ആൻഡ് പവർ കണ്ടാൽ എന്ത് ചെയ്യാം cos∅ കാണാം. അപ്പോൾ നോക്കാം, cos∅ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടറാണ്. cos∅ കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു, എന്താണ് R/Z എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് അല്ലേ, റേഷ്യോ പിന്നെ റെസിസ്റ്റൻസ് ടു ഇമ്പിഡൻസ് അല്ലേ, R/Z റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇമ്പിഡൻസ് കാണാൻ ഒരു പവർ ഫാക്ടർ കാണാം. ഇപ്പോൾ പുതിയൊരു ഇക്വേഷൻ cos∅ കാണാൻ എന്താണ് ആക്റ്റീവ് പവർ ഡിവൈഡ് ബൈ അപ്പ് ആൻഡ് പവർ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം cos∅ കാണാം ആക്റ്റീവ് പവർ ഡിവൈഡ് ബൈ അപ്പ് ആൻഡ് പവർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ആക്റ്റീവ് പവർ കാണണമെങ്കിൽ എന്താ ചെയ്യുക അല്ലേ, ആക്റ്റീവ് പവർ കാണണം. ആക്റ്റീവ് പവർ കാണണമെങ്കിൽ അല്ലേ ഇത് ഇങ്ങോട്ട് പോകും, അപ്പ് ആൻഡ് പവർ ഇൻറ്റു cos∅. അപ്പ് ആൻഡ് പവർ എന്ന് പറഞ്ഞാൽ എന്താ V × I cos∅. അതാണ് നമ്മൾ ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ, V × I × cos∅. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ട്രയാങ്കിളിൽ നിന്നും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. V × I × cos∅ കണ്ടാൽ എന്ത് ചെയ്യാം ആക്റ്റീവ് പവർ കാണാം. ഇനി എന്താണ് ഇതേ ട്രയാങ്കിളിൽ നിന്ന് തന്നെ പിന്നെ cos∅ കാണാൻ ആക്റ്റീവ് പവർ ഡിവൈഡ് ബൈ അപ്പ് ആൻഡ് പവർ. ഇനി ആക്റ്റീവ് പവർ കാണണമെങ്കിൽ അതപ്പോൾ പറഞ്ഞു ആക്റ്റീവ് പവർ = അപ്പ് ആൻഡ് പവർ ഇൻറ്റു cos∅. അപ്പ് ആൻഡ് പവർ എന്ന് പറഞ്ഞാൽ VI × cos∅. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ആക്റ്റീവ് പവർ കാണാനുള്ള ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ sin∅ കാണണമെങ്കിൽ sin∅ എന്ന് പറഞ്ഞാൽ എതിർവശം ഡിവൈഡ് ബൈ കർണം അല്ലെ, എതിർവശം എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവർ ഡിവൈഡ് ബൈ അപ്പ് ആൻഡ് പവർ sin∅. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം റിയാക്റ്റീവ് പവർ കാണാം. റിയാക്റ്റീവ് പവർ കാണാൻ ഈ അപ്പ് ആൻഡ് പവർ ഇങ്ങോട്ട് വരും. അപ്പോൾ അപ്പ് ആൻഡ് പവർ ഇൻറ്റു sin∅. അപ്പ് ആൻഡ് പവർ എന്ന് പറഞ്ഞാൽ എന്താ VI അല്ലേ, അപ്പ് ആൻഡ് പവർ എന്ന് പറഞ്ഞാൽ V × I × sin∅. അങ്ങനെ കണ്ടാൽ നമുക്ക് എന്താ റിയാക്റ്റീവ് പവർ കാണാനുള്ള ഇക്വേഷൻ കിട്ടും. ഇനി അടുത്തതായിട്ട് ആ 3 പവറുകളും പവർ ട്രയാങ്കിളും നമ്മൾ പറഞ്ഞു, 3 പവറും എന്താണെന്നും അതിൻ്റെ കാണാനുള്ള ഇക്വേഷൻ അപ്പ് ആൻഡ് പവർ കാണാൻ V × I, ആക്റ്റീവ് പവർ കാണാൻ V × I × cos∅, റിയാക്റ്റീവ് പവർ കാണാൻ V × I × sin∅. ഇനി അടുത്തത് പവർ ഫാക്ടർ ഇൻ ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇലക്ട്രിക്കൽ സപ്ലൈ എ മിസ്റ്റീരിയസ് തിങ് കാൾഡ് പവർ ഫാക്ടർ കംസ് ടു പ്ലേ. ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് വരുമ്പോൾ DC-യിലുള്ള മാതിരിയല്ല AC-യിൽ ഒരു പുതിയൊരു സാധനം എന്താണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കൂടി കടന്നു വരും. എന്താണ് ഈ പവർ ഫാക്ടർ?
പവർ ഫാക്ടർ ഈസ് സിംപ്ലി ദ മെഷർ ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ദ പവർ ബീങ് യൂസ്ഡ്. നമുക്ക് കിട്ടുന്ന പവർ പവറിൻ്റെ ഈ എത്ര അതിൻ്റെ എഫിഷ്യൻസിൻ്റെ മെഷർമെൻ്റാണ് പവർ ഫാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് യൂസ് ചെയ്യുന്ന പവറിൻ്റെ എഫിഷ്യൻസി നോക്കുക. സോ പവർ ഫാക്ടർ ഓഫ് 1 വുഡ് മീൻ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 0 മുതൽ 1 വരെയാണ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ 1 എന്നുള്ളതിൻ്റെ അർത്ഥം 100% ഓഫ് സപ്ലൈസ് ബീങ് യൂസ്ഡ് എഫിഷ്യൻ്റ്ലി. നമുക്ക് കിട്ടുന്ന സപ്ലൈ V/I എന്നുള്ള സപ്ലൈ 100% നമ്മൾ ഉപയോഗിച്ചു എന്നാണ് പവർ ഫാക്ടർ 1 എന്നുള്ളതിൻ്റെ അർത്ഥം. എന്നാൽ പവർ ഫാക്ടർ 0.5 ആണെങ്കിൽ 0.5 മീൻസ് ദി യൂസ് ഓഫ് ദ പവർ ഈസ് വെരി ഇൻസഫിഷ്യൻറ്റ് ഓർ വേസ്റ്റ്ഫുൾ. 0.5 എന്ന് പറഞ്ഞാൽ 50% മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ വേസ്റ്റായിട്ട് ബാക്കിയുള്ള 50% വേസ്റ്റായി പോയി. 0.5 പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 50% എന്തായി, ഉപയോഗപ്രദമാവാതെ പോയി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ പവർ ഫാക്ടർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് നമ്മൾക്ക് എഫിഷ്യൻസി മെഷർമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 0 to 1 ആണ് പവർ ഫാക്ടറിൻ്റെ. ഈ പവർ ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദി, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മുഴുവനും 3 രീതിയിൽ നമുക്ക് പറയാം പവർ ഫാക്ടറിന്. ഒന്നാമതായിട്ട് കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഇവിടെ ഇങ്ങനെ പറയാം, കൊസൈൻ ഓഫ് ദ ആംഗിൾ ഫൈ ഓഫ് കറണ്ട് ഫ്രം ദി അപ്ലൈഡ് വോൾട്ടേജ്, ലാഗ് ഓർ ലീഡ്. കറണ്ട് ലാഗ് ചെയ്യുക അല്ലെങ്കിൽ ലീഡ് ചെയ്യുക. ഫ്രം ദി അപ്ലൈഡ് വോൾട്ടേജിൽ നിന്നും കറണ്ട് ലാഗ് ചെയ്യുക ലീഡ് ചെയ്യുക ചെയ്യുന്നതിൻ്റെ ആംഗിളിൻ്റെ കൊസൈൻ, അതാണ് കോസ് ഫൈ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ കോസ് ഫൈ എന്നുള്ളത് കിട്ടിയത് അല്ലേ. രണ്ടിൻ്റെ ആംഗിളാണ് കോസ് ഫൈ. അപ്പോൾ ഒന്നാമത് നമുക്ക് കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് എന്ന് നമുക്ക് പറയാം. ആണ് കോസ് ഫൈ എന്നാണ് അതിനെ നമ്മൾ പറയാം. രണ്ടാമത് പവർ ഫാക്ടർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ഇമ്പിഡൻസ്. ഇത് AC സർക്യൂട്ട് നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇമ്പിഡൻസ് ട്രയാങ്കിൾ കണ്ടപ്പോൾ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇമ്പിഡൻസ് കോസ് ഫൈ കാണാനുള്ള ഇക്വേഷൻ അല്ലേ. കോസ് ഫൈ ഈസ് ഈക്വൽ ടു R/Z. മൂന്നാമതായിട്ട് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ട്രൂ പവർ ആൻഡ് അപ്പാരൻറ്റ് പവർ, അല്ലെങ്കിൽ ആക്റ്റീവ് പവർ ആൻഡ് അപ്പാരൻറ്റ് പവർ അല്ലേ. റേഷ്യോ ഓഫ് ആക്റ്റീവ് പവർ ആൻഡ് അപ്പാരൻറ്റ് പവർ എന്താണ്, ഇപ്പോൾ നമ്മൾ പഠിച്ച എന്താണ്, പവർ ട്രയാങ്കിളിൽ നിന്നും നമ്മൾ പഠിച്ചു കോസ് ഫൈ ഈസ് ഈക്വൽ ടു ട്രൂ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ ഡിവൈഡ് ബൈ അപ്പാരൻറ്റ് പവർ. എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവർ കാണാനുള്ളത് VI കോസ് ഫൈ ആണ്, ഡിവൈഡ് ബൈ VI കോസ് ഫൈ ഡിവൈഡ് ബൈ VI. ഇതിൽ നമ്മൾ പറഞ്ഞു ആക്റ്റീവ് പവർ എങ്ങനെ കാണാം. നമ്മൾ ആക്റ്റീവ് പവർ കാണാനുള്ള മാർഗം വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടാണ് കാണുക. അപ്പാരൻറ്റ് പവർ V/I അല്ലേ, വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കാണുക. അപ്പോൾ കോസ് ഫൈ കാണാനുള്ള ഒരു മെത്തേഡ് വാട്ട് മീറ്ററിലുള്ള റീഡിങ് ഡിവൈഡ് ബൈ വോൾട്ട് മീറ്റർ ഇൻറ്റു അമ്മീറ്റർ റീഡിങ്, അങ്ങനെ നമുക്ക് കോസ് ഫൈ കാണാം. അപ്പോൾ 3 രീതിയിൽ നമുക്ക് എന്താണ് പവർ ഫാക്ടറിന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് നിർബന്ധമായും ഓർത്ത് വെക്കണം. ഒന്ന് കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്, അതാണ് കോസ് ഫൈ. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ടു ദി ഇമ്പിഡൻസ്, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ഇമ്പിഡൻസ് കോസ് ഫൈ ഈസ് ഈക്വൽ ടു R/Z, അല്ലെങ്കിൽ കോസ് ഫൈ ഈസ് ഈക്വൽ ടു ട്രൂ പവർ ഡിവൈഡ് ബൈ അപ്പാരൻറ്റ് പവർ KW ഡിവൈഡ് ബൈ KVA. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് കാണാം. ഇറ്റ് ഈസ് മെഷർ യൂസിങ് പവർ ഫാക്ടർ മീറ്റർ. ഇതെന്താണ്, പവർ ഫാക്ടർ മീറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പവർ ഫാക്ടർ അളക്കാൻ പറ്റും. അല്ലെങ്കിൽ കോസ് ഫൈ മീറ്റർ എന്നാണ് അതിൽ ഉള്ളിൽ എഴുതിയിട്ടുണ്ടാവുക. കോസ് ഫൈ എന്നാണ് അതിൽ അമ്മീറ്ററിൽ എന്താണ് A എന്ന് എഴുതിയത്, അത് വോൾട്ട് മീറ്ററിൽ V എന്ന് എഴുതിയതുപോലെ പവർ ഫാക്ടർ മീറ്ററിൻ്റെ ഉള്ളിൽ കോസ് ഫൈ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പവർ ഫാക്ടർ മീറ്റർ അല്ലെങ്കിൽ കോസ് ഫൈ മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് പവർ ഫാക്ടർ അളക്കാം. ഐഡിയൽ പവർ ഫാക്ടർ ഈസ് യൂണിറ്റിയാണ്. എന്താണ് ഐഡിയൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റിയാണ്. നമുക്ക് കിട്ടേണ്ടത് യൂണിറ്റി പവർ ഫാക്ടർ, അല്ലെങ്കിൽ അതിനോടടുത്ത ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. വാല്യൂ ഓഫ് പവർ ഫാക്ടർ ഈസ് ബിറ്റ്വീൻ 0 to 1, 0 മുതൽ 1 വരെയാണ് പവർ ഫാക്ടറിൻ്റെ വാല്യൂ. അത് ലാഗിങ്ങോ ലീഡിങ്ങോ ആവാം. എങ്ങനെ ആയാലും പവർ വേസ്റ്റാണ് ഉണ്ടാവുക. ഇറ്റ് ഈസ് ദ മെഷർ ഹൗ എഫിഷ്യൻ്റ്ലി ദ ഇലക്ട്രിക്കൽ പവർ ഈസ് കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, എങ്ങനെ ഇലക്ട്രിക്കൽ പവർ എഫിഷ്യൻ്റായിട്ട് യൂസ്ഫുൾ വർക്കിന് കൺവേർട്ട് ചെയ്യുന്നുള്ളതിൻ്റെ മെഷർമെൻ്റാണ് പവർ ഫാക്ടർ. അപ്പോൾ ഇനി നമ്മൾ ഉദാഹരണം, എങ്ങനെയാണ് പവർ ഫാക്ടർ കൂടിയാൽ എന്താണ് സംഭവിക്കുക അല്ലേ. പവർ ഫാക്ടർ കുറഞ്ഞാൽ, കൂടുക എന്ന് പറഞ്ഞാൽ 1 ആവണം നമുക്ക്. അപ്പോൾ 0.9 വരെ ഒക്കെ, പിന്നെ 0.99 അങ്ങനെ എന്താ ചെയ്യുക, നമുക്ക് 1 ആയി കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യം. ഇപ്പോൾ ഒരു 230 വോൾട്ട് 50 ഹെർട്സ് 1 HP ഒരു മോട്ടർ, 1 HP ഒരു മോട്ടറാണ്.
അല്ലെ. അത് 100% എഫിഷ്യൻ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു HP എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ് അല്ലേ. അങ്ങനത്തെ ഒരു മോട്ടർ 100% എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് 746 വാട്ടാണ് ഉണ്ടാവുക ഒരു HP എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നത് 0.75 ലാഗിങ് പവർ ഫാക്ടറിലാണ്. ലാഗിങ് വരാനുള്ള കാരണം എന്താണ്? ഇൻഡക്റ്റൻസ് ആണുള്ളതെങ്കിൽ അവിടെ ലാഗിങ് പവർ ഫാക്ടറും, കപ്പാസിറ്റൻസ് ആണെങ്കിൽ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ അവിടെ ലീഡിങ് പവർ ഫാക്ടറും ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് ഓർത്ത് വെക്കുക. ഇൻഡക്റ്റൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ലാഗിങ് പവർ ഫാക്ടറും എന്ന് പറഞ്ഞാൽ 0.7 ലാഗിങ് അല്ലെങ്കിൽ 9 ലാഗിങ് അല്ലെങ്കിൽ 0.8 ലാഗിങ് എന്നാണ് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ പറയുക. എന്ന് പറഞ്ഞാൽ കറണ്ട് വോൾട്ടേജിന് ലാഗ് ചെയ്യും. വോൾട്ടേജ് എത്തിയിട്ടേ കറണ്ട് എത്തുള്ളൂ, അതാണ് ലാഗിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നാൽ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ലീഡിങ് ആയിരിക്കും, കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യും. എങ്ങനെയാണെങ്കിലും അതിപ്പോൾ 0.75 ലീഡിങ് എന്ന് പറഞ്ഞാലും പവർ വേസ്റ്റേജ് തന്നെയാണ് ഉണ്ടാവുന്നത് എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നോക്കുക, ഈ 746 വാട്ടാണ് നമുക്ക് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനായി കിട്ടുക. ആ ഒരു HP മോട്ടറിലേക്ക് നമ്മൾ 0.75 പവർ ഫാക്ടർ ആണെങ്കിൽ നമുക്ക് പവർ കാണാനുള്ള ഇക്വേഷൻ P = V × I × cos φ അല്ലേ. പവർ കാണാനുള്ള ഇക്വേഷൻ V × I × cos φ ആണ്. ഇനി ഇതിൽ നിന്നും കറണ്ട് കാണണം അല്ലേ. കറണ്ട് കാണണമെങ്കിൽ I = ഇത് രണ്ടും പുറത്തേക്ക് പോകും അല്ലേ. P / V × cos φ ആംപിയർ കിട്ടും. I = ഇത് രണ്ടും I ഇവിടെ നിർത്തുക, വിയും cos φ എന്ത് ചെയ്യും, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഡിവൈഡ് ബൈ ആണ് വരിക. അപ്പോൾ P / cos φ എന്നുള്ള ഇക്വേഷൻ വരും. അപ്പോൾ നമ്മൾ ഇത് കണ്ടാൽ ഇവിടെ P എത്ര 746 ആണ്, ഡിവൈഡ് ബൈ V എത്ര 230 ആണ്, cos φ എത്ര 0.75 ആണ്. അപ്പോൾ 4.33 ആംപിയർ ആണ് ഇവിടെ കറണ്ട്. 0.75 പവർ ഫാക്ടറിൽ ഈ മോട്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4.3 ആംപിയർ എന്തെടുക്കും, സപ്ലൈയിൽ നിന്നും അത് കറണ്ട് വലിക്കും. എന്നാൽ ഇത് പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ 1, അതാണല്ലോ 100% എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ നമുക്ക് കിട്ടേണ്ടത് 1 ആണെങ്കിൽ പവർ ഫാക്ടർ 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മോട്ടോറിൻ്റെ പവർ ഫാക്ടർ നമ്മൾ മോഡിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പവർ ഫാക്ടർ എന്ത് ചെയ്യും, യൂണിറ്റി ആക്കി മാറ്റി. അപ്പോൾ കറണ്ട് കാണാൻ നമ്മൾ I = P / V × cos φ അല്ലേ. V × cos φ ആണ്. ഇവിടെ പവർ 746 ഡിവൈഡ് ബൈ 230 × 1 230 ആണ്. ഇവിടെ 3.24 ആംപിയർ. ഇത് നോക്കുക, നമ്മൾ ഒരേ മോട്ടറാണ്, ഒരു HP-ൻ്റെ മോട്ടറാണ് ഉപയോഗിച്ചത്. പക്ഷേ അതിലെ പവർ ഫാക്ടർ മാറിയപ്പോൾ 0.75 പവർ ഫാക്ടർ ആയപ്പോൾ 4.33 ആംപിയർ ഈ മോട്ടർ എടുത്തു. എന്നാൽ പവർ ഫാക്ടർ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. എന്തെങ്കിലും ഒരു അതിനുള്ള മെത്തേഡുകൾ പറയുന്നുണ്ട്. കപ്പാസിറ്റർ പാരലായി കൊടുക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യും, പവർ ഫാക്ടർ നമ്മൾ 1 ആക്കിയാൽ എന്ത് ചെയ്യും, 4.33 എന്നുള്ളത് 3.24 ആംപിയർ ആയിട്ട് നമുക്ക് കുറയും. കറണ്ട് കുറഞ്ഞ് നമ്മൾ ഒരേ സാധനമാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ പവർ ഫാക്ടർ മാറുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്താൽ 1 ആക്കി മാറ്റിയാൽ എന്ത് ചെയ്യും, കറണ്ട് കുറയും. അപ്പോൾ കറണ്ട് റിക്വയർസ് ഹൈ കറണ്ട് ടു ഡെലിവർ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ട്രൂ പവർ ഇഫ് ദ പവർ ഫാക്ടർ ഓഫ് ദ ലോഡ് ഈസ് ലെസ്സർ ദാൻ യൂണിറ്റ്. യൂണിറ്റിനേക്കാൾ കുറവാണ് പവർ ഫാക്ടർ എങ്കിൽ ഹൈ കറണ്ട് എന്ത് ചെയ്യും, എടുക്കും. ഒരേ പവർ ഒരു HP മോട്ടർ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു HP മോട്ടർ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, കൂടുതൽ കറണ്ട് പവർ ഫാക്ടർ കുറയുന്നതിനനുസരിച്ച് കൂടുതൽ കറണ്ട് എടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹൈ കറണ്ട്, ദിസ് കറണ്ട് മീൻസ് ദി മോർ എനർജി ഈസ് വേസ്റ്റഡ്. കൂടുതൽ ഹൈ കറണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ എനർജി വേസ്റ്റ് ആണ്. ഫീഡർ വയറിൽ അല്ലേ, സർവീസ് വയറിൽ കൂടുതൽ എനർജി വേസ്റ്റ് ആണ്. ഇൻഫാക്ട് സത്യത്തിൽ ഇഫ് ആൻ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റലേഷൻ ആസ് എ പവർ ഫാക്ടർ ലെസ് ദാൻ 85%, ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റലേഷൻ ആണെങ്കിൽ അവിടെ കുറേ മോട്ടറുകളുണ്ടാവും. മോട്ടർ കുറേ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവും. ഇൻഡക്റ്റൻസ് ഉണ്ടാകുമ്പോൾ പവർ ഫാക്ടർ 85% എന്നാൽ 0.85 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ പവർ ഫാക്ടർ ഇങ്ങനെയൊക്കെയാണ്. ഈ പവർ ഫാക്ടർ കൂട്ടിയിട്ടില്ലെങ്കിൽ പവർ ഫാക്ടർ 0.9 കൂടുതൽ എപ്പോഴും വേണം. അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പെനാൽറ്റി എന്ന് പറഞ്ഞാൽ പിഴ അടക്കേണ്ടി വരും. കമ്പനികളൊക്കെ ഇലക്ട്രിക്കൽ പിഴ അടക്കേണ്ട വരുന്ന സന്ദർഭങ്ങളുണ്ട്. അതിലും കുറവാണെങ്കിൽ എന്ത് ചെയ്യും, KSBക്കാർ വന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പിഴ അടക്കേണ്ടി വരും. അപ്പോൾ ഈ റീസൺ കൊണ്ട് തന്നെ
പവർ ഫാക്ടർ കറക്ഷൻ വേണം, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കറക്ഷൻ അല്ലെങ്കിൽ ഉണ്ടാവണം. ഇനി എന്താണ്, സോ ഈ റിയാക്റ്റീവ് പവറാണ് ഇതിനുള്ള കാരണം. എന്തുണ്ടാവാനുള്ളത്, അത് ഈ ഇൻഡക്റ്റൻസോ അല്ലെങ്കിൽ കപ്പാസിറ്റൻസോ ഉണ്ടാകുമ്പോഴാണ് ഈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസോ ഉണ്ടാവുന്നതാണ് എന്തിന് കാരണം, പവർ ഫാക്ടർ കുറയാനുള്ള കാരണം. അങ്ങനെ പവർ ഫാക്ടർ കുറയുന്ന സോഴ്സുകൾ ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ മോട്ടോർ, ആൾട്ടർനേറ്റർ, ഡിസ്ചാർജ് ലൈറ്റിങ്, അങ്ങനെ ഇൻഡക്ഷൻ നമ്മളെ വീട്ടിലെ പിന്നെ ഫാന്, മിക്സി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയാക്റ്റീവ് പവർ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ദ പ്രിൻസിപ്പൽ കോസ് ഓഫ് ലോ പവർ ഫാക്ടർ, പവർ ഫാക്ടറിൻ്റെ ലോ പവർ ഫാക്ടർ ഉണ്ടാകുന്ന പിന്നെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, റിയാക്റ്റീവ് പവർ ഫ്ലോയിങ് ദി സർക്യൂട്ടിലൂടെ റിയാക്റ്റീവ് പവർ ഒഴുകുന്നതാണ്. റിയാക്റ്റീവ് പവർ ഉണ്ടാവുന്നത് എന്താണ്, കപ്പാസിറ്റീവ് ലോഡിനേക്കാൾ കൂടുതൽ ഇൻഡക്റ്റീവ് ലോഡിനാണ് റിയാക്റ്റീവ് പവർ ഉണ്ടാവുന്നത്. ഇനി നോക്കുക, കോസ് ഓഫ് ലോ പവർ ഫാക്ടറിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. കാരണങ്ങൾ താഴെ പറയുന്നതാണ്. ഒന്ന് ലോ പവർ ഫാക്ടർ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. ഒന്ന് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൊമസ്റ്റിക്, നമ്മുടെ വീട്ടിലാണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇൻഡക്ഷൻ മോട്ടോറുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പമ്പ് സെറ്റ്, അതിലൊക്കെ AC മോട്ടോറുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോറുകളാണ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറാണ് ഏറ്റവും കൂടുതലായിട്ട് ഇൻഡസ്ട്രിയിലും ഡൊമസ്റ്റിക് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടോർ എപ്പോഴും ലാഗിങ് കറണ്ട് ആയിരിക്കും, വിച്ച് റിസൾട്ട് ഇൻ ലോ പവർ ഫാക്ടർ. ലാഗിങ് കറണ്ട് ഞാൻ പറഞ്ഞു, ഇൻഡക്റ്റൻസ് അതിലുണ്ടെങ്കിൽ ലാഗിങ് ആയിരിക്കും, അതെന്തായിരിക്കും, ലോ പവർ ഫാക്ടർ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ഫർണസുകൾ ലോ പവർ ഫാക്ടർ ഉണ്ടാക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ, സബ്സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ, അതിലൊക്കെ ചുറ്റുകളിലൂടെ കറണ്ട് AC കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഇൻഡക്റ്റൻസ് ഉണ്ടാകും. ഇൻഡക്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ ലോ പവർ ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ ലോ പവർ ഫാക്ടറാണ് അതിൻ്റെ കാരണം. ഇൻഡക്റ്റീവ് ലോഡാണ്. പിന്നെ ഇൻഡക്റ്റീവ് ലോഡ് ഇൻ ഹൗസ്, വീട്ടിലുള്ള ഫ്ലൂറസെൻ്റ് ട്യൂബ്, മിക്സി, ഫാന്, ഇതൊക്കെ ലോ പവർ ഫാക്ടർ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. ഇനി ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ലോ പവർ ഫാക്ടർ. ലോ പവർ ഫാക്ടർ ഉണ്ടാകാനുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എന്താണ്, ശരിക്കുള്ള ഒരു ട്രൂ പവർ, തന്നൊരു ട്രൂ പവറിൽ പിന്നെ പവർ ഫാക്ടർ കുറവാണെങ്കിൽ കാരണമായിട്ട് എന്ത് ചെയ്യും, കറണ്ട് ഇൻക്രീസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ, മനസ്സിലാക്കി. എന്താണ്, നമ്മൾ 0.75 പവർ ഫാക്ടർ ആയപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് കൂടുന്നുള്ളത് നമ്മൾ ലോ പവർ ഫാക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും, കറണ്ട് കൂടും. അതെന്ത് ചെയ്യും, അതിൻ്റെ കാരണമായിട്ട് എന്ത് ചെയ്യും, ഓവർലോഡിങ് ഉണ്ടാകും. എവിടെയൊക്കെ, കേബിളുകളിൽ, ജനറേറ്റർ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ, ട്രാൻസ്ഫോമറിലൊക്കെ എന്ത് ചെയ്യും, ഓവർലോഡിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിക്രീസ്ഡ് ലൈൻ വോൾട്ടേജ് അറ്റ് ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ. എന്താണ്, ഓവർലോഡ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. എവിടെ, നമ്മുടെ വീടുകളിലായാലും കൺസ്യൂമർ എൻഡിൽ, നമ്മുടെ വീടുകളിലോ അവിടെ ഇൻഡസ്ട്രിയിലൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും, സപ്ലൈ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും ഡ്യൂ ടു ദ വോൾട്ടേജ് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാൻ കാരണമായിട്ട്. അപ്പോൾ എന്താണ്, ഈ അതിൻ്റെ പവർ ലോസ് ഇൻ ദ പവർ ലോസ്, ഈ എന്താണ്, നമ്മുടെ കൊടുത്ത ഇൻഡക്റ്റീവ് ലോഡ് കൊണ്ട് പിന്നെ കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നത് കാരണമായിട്ട് എന്ത് ചെയ്യും, കൺസ്യൂമർ എൻഡിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ വോൾട്ടേജ് ഡ്രോപ്പ് കാരണമായിട്ട് പിന്നെ പവർ പ്ലാന്റ്, അതുപോലെ മെഷീൻ ഒക്കെ ഓപ്പറേഷൻ എന്ത് ചെയ്യും, സഫീഷ്യൻ്റായി നടക്കില്ല, എഫിഷ്യൻസി കുറയും. ലോ വോൾട്ടേജ് ആയതുകൊണ്ട് എഫിഷ്യൻസി കുറയും. അതുപോലെ തന്നെ പാനലിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പവർ റേറ്റിംഗ് കൂട്ടേണ്ടി വരും. പാനൽ ബോർഡ് അതിൽ ഉപയോഗിക്കണ കറണ്ട് കൂടുകയാണ്, പവർ ഫാക്ടർ കുറയുമ്പോൾ കറണ്ട് കൂടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ ഉപയോഗിക്കണ പിന്നെ എക്യുപ്മെൻറ്റുകളുടെയൊക്കെ റേറ്റിംഗ് കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലും കൂടും. കറണ്ട് കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് കൂടും. ഇതൊക്കെ ലോ പവർ ഫാക്ടറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് പവർ ഫാക്ടർ കറക്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പവർ ഫാക്ടർ കറക്ഷനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ആ പവർ ഫാക്ടർ കറക്ഷൻ നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, പവർ ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യണം, 1 എത്തണം. അത് ലാഗിങ് ആണെങ്കിൽ ലീഡിങ് ആണെങ്കിലും 0.9 ലാഗിങ് എന്ന് പറഞ്ഞാലും 0.9 ലീഡിങ് എന്ന് പറഞ്ഞാലും എന്താണ്, രണ്ടും പിന്നെ പവർ വേസ്റ്റാണ് സംഭവമാണ്. അപ്പോൾ അധികവും നമ്മൾ ഇൻഡക്റ്റീവ് ലോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അധികവും എന്തായിരിക്കും, ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും ഉണ്ടാവുക. ലാഗിങ് പവർ ഫാക്ടറിനെ നമ്മൾ ഒരു പിന്നെ 1 എത്തിക്കണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കപ്പാസിറ്റർ, ലീഡിങ് പവർ ഫാക്ടറുള്ള സാധനം ഉപയോഗിച്ചിട്ട് അത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കിയാലുള്ള 1 ആക്കിയാലുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, ആസ് ദ ഹയർ പവർ ഫാക്ടർ ഗിവൺ ലോഡ് അല്ലേ, നമ്മൾ പറഞ്ഞു പവർ ഫാക്ടർ കൂട്ടിയാൽ എന്ത് ചെയ്യും, കറണ്ട് റെഡ്യൂസ് ചെയ്യും. ഒരേ സാധനം തന്നെ നമ്മൾ 1 HP മോട്ടർ അല്ലേ 0.75 4 പോയിൻറ്റ് സംതിങ്
ആംപിയർ എടുത്തപ്പോൾ അതേ മോട്ടർ തന്നെ എന്ത് ചെയ്യും, പവർ ഫാക്ടർ 1 ആക്കിയാൽ എന്ത് ചെയ്യും, കറണ്ട് കുറയും, 3 പോയിൻറ്റ് സംതിങ് വോൾട്ടേജ് എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇങ്ങനെ കറണ്ട് കുറയും. കറണ്ട് കുറയേണ്ടത് എന്താണ്, പോസിബിലിറ്റി ഓഫ് കണക്റ്റിംഗ് എക്സ്ട്രാ ലോഡ്, കൂടുതൽ ലോഡ് നമുക്ക് ഇതേ പവർ ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ പറ്റും, ഈ ജനറേറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ. അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് അഡീഷണൽ പവർ ത്രൂ ദ സെയിം ലൈൻ, ഒരേ സെയിം ലൈനിലൂടെ കൂടുതൽ പവർ നമുക്ക് ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റും പവർ ഫാക്ടർ കൂടിയാൽ. അതുപോലെ തന്നെ ലോസ് കുറയും, വോൾട്ടേജ് ഡ്രോപ്പ്, അത് പിന്നെ വോൾട്ടേജ് ഡ്രോപ്പും ലോസും കുറയും. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കൂടും. ആൻഡ് ദ വോൾട്ടേജ് അറ്റ് ദ പോയിൻ്റ് ഓഫ് അപ്ലിക്കേഷൻ വിൽ ബി നോർമൽ വിത്തൗട്ട് മച്ച് ഡ്രോപ്പ്. കൂടുതൽ ഡ്രോപ്പ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യും, വോൾട്ടേജ് കൂടുതലായി കിട്ടും. പിന്നെ നോർമൽ വോൾട്ടേജ് ഇമ്പ്രൂവ്സ് ദ നോർമൽ വോൾട്ടേജ് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ 230 വോൾട്ടേജ് തന്നെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയൊക്കെ എഫിഷ്യൻസി കൂടും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഓപ്പറേഷൻ ഓഫ് പ്ലാന്റിൻ്റെ ഓപ്പറേഷൻ്റെ എഫിഷ്യൻസി കൂടും, മെഷീനറിൻ്റെ എഫിഷ്യൻസി കൂടും. അങ്ങനെ അഡ്വാൻറ്റേജുകൾ. പിന്നെ റിഡക്ഷൻ ഇലക്ട്രിസിറ്റി ബിൽ ഫോർ ഗിവൺ ലോഡ് ഡ്യൂറിങ് ദ ഗിവൺ ടൈം. ഒരേ സമയം ഒരേ ലോഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, പവർ ഫാക്ടർ 1 ആണെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി കറണ്ട് കുറയുന്നതിനാൽ ഇലക്ട്രിസിറ്റി ബില്ല് കുറയും. ഇത്രയും അഡ്വാൻറ്റേജുകളുണ്ട് പവർ ഫാക്ടർ കറക്ഷനിൽ. ഇനി മെത്തേഡ് ഓഫ് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്. പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള 3 മെത്തേഡുകളുണ്ട്. ഒന്നാമത് യൂസിങ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ, ഒന്ന് കപ്പാസിറ്റർ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതലായിട്ട് ഇൻഡക്റ്റീവ് ലോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിലാണെങ്കിലും, നമ്മൾ മോട്ടറാണെങ്കിലും ജനറേറ്റർ ആണെങ്കിലും നമ്മുടെ വീട്ടിലെ മിക്സി ആണെങ്കിലും ഫാൻ ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ചുറ്റുകളാണ് അല്ലേ, നമ്മൾ ചുറ്റിയിട്ട് ഇൻഡക്റ്റീവ് ലോഡാണ്. ആ ഇൻഡക്റ്റീവ് ലോഡ് ഉണ്ടാക്കുമ്പോൾ എന്താണ്, ഈ കപ്പാസിറ്റർ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഈ ലാഗിങ് പവർ ഫാക്ടറിനെ ഒന്നിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ നമുക്ക് ഈ ലീഡിങ് പവർ ഫാക്ടർക്ക് ഈ കപ്പാസിറ്റർ കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താണ് സിങ്ക്രണസ് കണ്ടൻസർ, ഇതെന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. മൂന്നാമത്തെ ആണ് ഫേസ് അഡ്വാൻസർ. അപ്പോൾ 3 മെത്തേഡാണ്. ചോദിച്ചാൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 3 മെത്തേഡുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് മാത്രം പറഞ്ഞാൽ മതി. യൂസിങ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ സിങ്ക്രണസ് കണ്ടൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് സിങ്ക്രണസ് മോട്ടോർ എന്നുള്ള സാധനം ഉപയോഗിച്ചിട്ടാണ്, അതിൻ്റെ പേര് സിങ്ക്രണസ് കണ്ടൻസർ എന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സിങ്ക്രണസ് കണ്ടൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാം. മൂന്നാമത്തെ ഫേസ് അഡ്വാൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ എന്താണ് ഓരോന്ന് നോക്കാം. ആദ്യം കപ്പാസിറ്റർ ഉപയോഗിച്ചാൽ അല്ലേ, സ്റ്റാറ്റിക് കപ്പാസിറ്റർ, അതാണ് കപ്പാസിറ്ററുകൾ. ആ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചാൽ എന്താണ്, സ്റ്റാറ്റിക് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് പാരലൽ. കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് പാരലായിട്ടാണ് സപ്ലൈക്ക് കണക്ട് ചെയ്യേണ്ടത്. സപ്ലൈക്ക് പാരലായിട്ട് കണക്ട് ചെയ്യുക. ദോസ് ഡിവൈസ് വിച്ച് വർക്ക് ഓൺ ലോ പവർ ഫാക്ടർ. ഏത് മെഷീനറാണ് അല്ലെങ്കിൽ ഏത് സാധനമാണ് വർക്ക് ചെയ്യുന്നത്, ലോ പവർ ഫാക്ടർ വർക്ക് ചെയ്യുന്നത്, ഇതിന് പാരലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കപ്പാസിറ്ററുകൾ കൊടുക്കുക. ഇത് സ്റ്റാറ്റിക് കപ്പാസിറ്റർ പ്രൊവൈഡ് ലീഡിങ് കറണ്ട്. ഇപ്പോൾ ലാഗിങ് കറണ്ട് ഉള്ളതിന് പകരം എന്ത് ചെയ്യും, ലീഡിങ് കറണ്ട് കിട്ടും. അപ്പോൾ ഈ ലാഗിങ് കറണ്ടും ലീഡിങ് കറണ്ടും കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് പവർ ഫാക്ടർ 1ൻ്റെ അടുത്ത് കിട്ടും. വിച്ച് ന്യൂട്രലൈസ്, അപ്പോൾ ലീഡിങ് കറണ്ട് വിച്ച് ന്യൂട്രലൈസ് ദി ലാഗിങ് ഇൻഡക്റ്റീവ് കമ്പൗണ്ട് ഓഫ് ലോഡ് കറണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലാഗിങ് കറണ്ടിനെ എന്ത് ചെയ്യും, ഈ ലീഡിങ് കറണ്ട് ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലീഡിങ് കമ്പൗണ്ട് ഓഫ് ന്യൂട്രലൈസ് ടു എലിമിനേറ്റ് ദ ലാഗിങ് കമ്പൗണ്ട് ഓഫ് ലോഡ്. ദസ് പവർ ഫാക്ടർ ഓഫ് ദ ലോഡ് സർക്യൂട്ട് ഈസ് ഇമ്പ്രൂവ്ഡ്. ലീഡിങ് കറണ്ട് നമ്മൾ കപ്പാസിറ്റൻസ് ആണെങ്കിൽ ലീഡിങ് കറണ്ട് ആണ് അല്ലേ, ലീഡിങ് കറണ്ട് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇൻഡക്റ്റീവ് ആണ്, ലാഗിങ് കറണ്ട്. ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ലോഡ് ഇൻഡക്റ്റീവ് ലോഡാണ്. അപ്പോൾ ഇൻഡക്റ്റീവ് ലോഡാകുമ്പോൾ ലാഗിങ് കറണ്ട് ആയിരിക്കും. അതിനെന്ത് ചെയ്യും, ഈ നമ്മൾ കപ്പാസിറ്റർ കൊടുക്കുമ്പോൾ അതിന് ലീഡിങ് കറണ്ടാണ്, ഇത് രണ്ടും കൂടി ന്യൂട്രലൈസ് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യും, നമുക്ക് പവർ ഫാക്ടർ 1ൻ്റെ അടുത്ത് കിട്ടും. ഇനി യൂഷ്വലി ദ കപ്പാസിറ്റർ മെത്തേഡ് ഈസ് യൂസ്ഡ് ഇന്ത്യൻ ഫാക്ടറി. ഇപ്പോൾ ഇന്ത്യൻ ഫാക്ടറികളിലൊക്കെ കപ്പാസിറ്റർ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ ബാങ്ക്, അത് 3 ഫേസിലാണെങ്കിൽ നമുക്ക് 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് ഡെൽറ്റ കണക്ഷൻ, ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് ഡെൽറ്റ കണക്ഷൻ. ഓരോന്ന് കണക്ട് ചെയ്തിട്ട് ഇനി 3ൻ്റെയും ഒരു ഭാഗം ഒരു എൻഡ് ഒരു സ്ഥലത്ത് കണക്ട് ചെയ്തിട്ട് 3ഉം സപ്ലൈക്ക്, ഇത് 3 ഫേസിൽ കണക്ട് ചെയ്യുന്നതാണ്. 2 തരത്തിൽ, ഇത് ഡെൽറ്റയും ഇത് സ്റ്റാറുമാണ്. ഇങ്ങനെ നമുക്ക് 3 ഫേസ് ഡോറിൽ കപ്പാസിറ്റർ ബാങ്ക് എന്നാണ് ഇതിന് പറയുക. ഡെൽറ്റ കണക്റ്റഡ് കപ്പാസിറ്റർ ബാങ്ക്, ഇത് സ്റ്റാർ കണക്റ്റഡ് കപ്പാസിറ്റർ ബാങ്ക്. അപ്പോൾ എന്താണ്, ഇത് 2 നിലക്കും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എന്താണ്, ഇത് ഇങ്ങനെ കണക്ട് ചെയ്യണത് നമുക്ക് മോട്ടർ നമ്മളിപ്പോൾ ഒരു
നമ്മുടെ അടുത്ത് മില്ലുണ്ടെങ്കിൽ അവിടെ കുറേ മോട്ടറുകൾ ഉണ്ടാകും. അപ്പോൾ അവിടെ ഒരു കപ്പാസിറ്റർ ബാങ്ക് നമുക്ക് കാണാം. അത് കണക്ട് ചെയ്ത് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാണെന്നാണ്. പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനാണെന്നുള്ളത് നമ്മൾ ഓർക്കുക. രണ്ടാമത്തെ ഭാഗം സിങ്ക്രണസ് കണ്ടൻസറാണ്. സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് മോട്ടോറാണ്. അതാണ് സിങ്ക്രണസ് മോട്ടോർ. ഇത് വലിയ മോട്ടോറാണ്. സിങ്ക്രണസ് മോട്ടോറിനെ പറ്റി നമുക്ക് രണ്ടാമത്തെ ഇയറിൽ ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് പഠിക്കും. ഈ സിങ്ക്രണസ് മോട്ടോർ ഓപ്പറേറ്റ്സ് അറ്റ് നോ ലോഡ്. ഈ സിങ്ക്രണസ് മോട്ടോർ നോ ലോഡിൽ വർക്ക് ചെയ്യുക എന്ന് മാത്രം പോരാ. ആൻഡ് ഓവർ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിനാണ് നമ്മൾ ഫീൽഡ് കോയിലിനെ എനർജൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സൈറ്റേഷൻ എന്ന് പറയുക. അല്ല, നമ്മളൊരു മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫീൽഡ് വേണം. ആ ഫീൽഡിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? കറണ്ട് കാര്യം കണ്ടക്ടർ വെക്കണം. അപ്പോഴാണ് എന്ത് ചെയ്യുക? മോട്ടർ കറങ്ങാൻ തുടങ്ങുക. അപ്പോൾ ഈ ഫീൽഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന സപ്ലൈനെയാണ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അത് ഓവറായിട്ട് എക്സൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ജനറേറ്റർ ജനറേറ്ററിൽ നമ്മൾ ഫീൽഡിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിന് എക്സൈറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ആ എക്സൈറ്റേഷൻ എന്ത് ചെയ്യുക? ഓവർ എക്സൈറ്റേഷൻ ആക്കുക. ഈ സിങ്ക്രണസ് മോട്ടോറിൽ നോ ലോഡിൽ വർക്ക് ചെയ്യുക. അതേ സമയത്ത് എന്ത് ചെയ്യണം? ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടോറിനെയാണ് സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയാം. ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടോറിനെ പറയുന്ന പേരാണ് സിങ്ക്രണസ് കണ്ടൻസർ. അങ്ങനെയാണ് സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയാം. അപ്പോൾ എന്താണ് സിങ്ക്രണസ് കണ്ടൻസർ എന്ന് ചോദിച്ചാൽ ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടോറിനെ പറയുന്ന പേരാണ് സിങ്ക്രണസ് കണ്ടൻസർ. ഈ സിങ്ക്രണസ് കണ്ടൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സിങ്ക്രണസ് മോട്ടോർ ഈസ് ഓവർ എക്സൈറ്റഡ് ദെൻ ഇറ്റ്സ് പ്രൊവൈഡ് ലീഡിങ് കറണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? സിങ്ക്രണസ് മോട്ടോറിനെ ഓവർ എക്സൈറ്റേഷൻ ചെയ്താൽ അത് ലീഡിങ് കറണ്ട് ഉണ്ടാക്കും. അതെന്ത് ചെയ്യും? കപ്പാസിറ്ററിൻ്റെ പോലെ വർക്ക് ചെയ്യും. ഇനി മൂന്നാമത്തത് ഫേസ് അഡ്വാൻസ് ഫേസ് അഡ്വാൻസ് ചെയ്യുക. അതാണ് ലീഡിങ് കാരണം. ഫേസ് അഡ്വാൻസ് ഇസ് എ സിമ്പിൾ എ സി എക്സൈറ്റർ. സിമ്പിളായിട്ടുള്ള എ സി എക്സൈറ്റർ ആണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ഓൺ ദ മെയിൻ ഷാഫ്റ്റ് ഓഫ് ദ മോട്ടോർ. ഇതൊരു മോട്ടറാണ്. മോട്ടോറിൻ്റെ മെയിൻ ഷാഫ്റ്റ് തന്നെ കണക്ട് ചെയ്യുന്ന ഒരു എ സി എക്സൈറ്റർ ആണ്. എക്സൈറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ, ഈ ഫീൽഡിലേക്ക് കൊടുക്കുന്ന ഓവർ എക്സൈറ്റേഷൻ ഫീൽഡിലേക്ക് കൊടുക്കുന്ന സപ്ലൈനെ പറയുന്നതാണ് എക്സൈറ്റ്. അപ്പോൾ ആൻഡ് ഓപ്പറേറ്റ് വിത്ത് ദ മോട്ടോഴ്സ് റോട്ടർ സർക്യൂട്ട് ഓഫ് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്. പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് അതേ മോട്ടോറിൻ്റെ റോട്ടറിൽ തന്നെ കണക്ട് ചെയ്ത് മെയിൻ ഷാഫ്റ്റിൽ തന്നെ കണക്ട് ചെയ്ത ഒരു എക്സൈറ്ററാണ് ഫേസ് അഡ്വാൻസർ. ഈ ഫേസ് അഡ്വാൻസ് ഈസ് യൂസ് ടു ഇംപ്രൂവ് ദി പവർ ഫാക്ടർ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ഇൻഡസ്ട്രിയിൽ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫേസ് അഡ്വാൻസർ ഉപയോഗിക്കാറുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതും അല്ല സ്റ്റാറ്റിക് ഫേസ് അഡ്വാൻസറും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഫേസ് അഡ്വാൻസ് 3 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് കപ്പാസിറ്റർ ഉപയോഗിക്കുക, മറ്റേത് എന്ത് ചെയ്യുക? സിങ്ക്രണസ് മോട്ടോർ സിങ്ക്രണസ് കണ്ടൻസർ എന്നാണ്. ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടോറിന് പറഞ്ഞ പേരാണ് സിങ്ക്രണസ് കണ്ടൻസർ. പിന്നെ ഫേസ് അഡ്വാൻസറും. ഇനി അടുത്ത കാര്യം, ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കും. വേരിയേഷൻ ഇൻ പവർ ഫാക്ടർ ആൻഡ് ദ ടൈപ്പ് ഓഫ് സർക്യൂട്ട്. ദി ഫോളോവിങ് ആർ ദ ഡിഫറെൻറ്റ് കണ്ടീഷൻ ഓഫ് ദ പവർ ഫാക്ടർ ഇൻ ഡിഫറെൻറ്റ് സർക്യൂട്ട്. ഡിഫറെൻറ്റ് സർക്യൂട്ടിൽ ഡിഫറെൻറ്റ് കണ്ടീഷൻ ഓഫ് പവർ ഫാക്ടറിൻ്റെ ഡിഫറെൻറ്റ് കണ്ടീഷനുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് യൂണിറ്റി പവർ ഫാക്ടർ. എന്താണ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ? പവർ ഫാക്ടർ 1 ആവുക. യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ പവർ ഫാക്ടർ 1 ആവുന്നതിനെയാണ് യൂണിറ്റി എന്ന് പറയുക. 0.9 0.7 ഒന്നുമല്ല. യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1. പവർ ഫാക്ടർ 1 ആണെങ്കിൽ അതിന് യൂണിറ്റി പവർ ഫാക്ടർ എന്നാണ്. ആ സമയത്ത് സർക്യൂട്ട് വിത്ത് എ യൂണിറ്റി പവർ ഫാക്ടർ വിൽ ഹാവ് ഈക്വൽ റിയൽ ആൻഡ് അപ്പാരൻറ്റ് പവർ. റിയലും നമുക്ക് കിട്ടുന്ന പവർ V/I നമ്മൾ KCB തരുന്ന പവർ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഈക്വൽ തരുന്ന പവറാണ് അപ്പാരൻറ്റ് പവർ. നമ്മൾ ഉപയോഗിക്കുന്ന പവറാണ് എന്ത്? റിയൽ പവർ അല്ലെങ്കിൽ ട്രൂ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ അത് രണ്ടും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ സോ ദാറ്റ് കറണ്ട് റിമെയിൻ ഇൻ ഫേസ് വിത്ത് ദി വോൾട്ടേജും അല്ലേ. ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? വോൾട്ടേജും കറണ്ടും അതിൻ്റെ മിനിമത്തിലും മാക്സിമത്തിലും ഒരേ സമയം എത്തുന്നതിനാണ് എന്ത് പറയുക? ഇൻ ഫേസ്. അങ്ങനെ എന്താണ്? യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും. കറണ്ടും വോൾട്ടേജും തമ്മിൽ ഇൻ ഫേസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ യൂസ്ഫുൾ വർക്ക് ക്യാൻ ബി ഡൺ. യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് അവിടെ നടന്നിരിക്കും. അപ്പോൾ എന്താണ്? ഇവിടെ യൂണിറ്റി പവർ ഫാക്ടറിൽ ഒരു കാര്യം ഓർക്കുക. എന്താണ്? ആക്റ്റീവ് പവർ ഈക്വൽ ടു റിയാക്റ്റീവ് പവർ ആയിരിക്കും. കാരണം എന്താണ്? പവർ ഫാക്ടർ 1 ആണ്. 1 ആകുമ്പോൾ V/I × 1. ഇപ്പുറത്ത് V/I ആണ്. അപ്പോൾ V/I ഈക്വൽ ടു V/I എന്ന് വരും. അപ്പോൾ ഈ വെക്റ്റർ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ ഇൻഫേസ് ആണെങ്കിൽ എന്താണ്? രണ്ടും ഒരേ സമയത്ത് മാക്സിമത്തിലും മിനിമത്തിലും എത്തും. അതിൻ്റെ വെക്റ്റർ
ഡയഗ്രാണ് ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. ഇൻ ഫേസ് ആണെങ്കിൽ കറണ്ടും വോൾട്ടേജും തമ്മിൽ എന്തില്ല, ഫേസ് ഡിഫറൻസ് ഇല്ല, ഒരേ ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെയാണത് വരക്കുക. ഇത് കറണ്ടാണ്, ഇത് വോൾട്ടേജാണ്. കറണ്ടും രണ്ടും ഒരേ ഡയറക്ഷനിൽ ഒരേറ്റ ലൈനായിട്ടായിരിക്കും വരക്കുക. ഇത് തമ്മിൽ എന്തില്ല, ഫേസ് ഡിഫറൻസ് ഇല്ല, ഇൻ ഫേസ് ആയിരിക്കും. ഫേസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ എന്താണ്, പവർ ഫാക്ടർ 1 ആണ്. പവർ ഫാക്ടർ 1 ആകുമ്പോൾ എന്താണ്, നമുക്ക് പിന്നെ അപ്പാൻഡ് പവർ ഈക്വൽ ടു ആക്റ്റീവ് പവർ ആയിരിക്കും. ഇനി രണ്ടാമത്തത് ലീഡിങ് പവർ ഫാക്ടർ. ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. കറണ്ട് ഇതാണ് വോൾട്ടേജിന് കറണ്ട് ലീഡ് ചെയ്യും. ഒരു 5 പവർ ഫാക്ടർ എന്താണ്, ഒരു തീറ്റ അല്ലെങ്കിൽ 5 ആംഗിളിൽ ലീഡ് ചെയ്യും. കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് ബൈ എൻ ആംഗിൾ ഇലക്ട്രിക്കൽ ഡിഗ്രി ആൻഡ് ദ ട്രൂ പവർ വിൽ ബി ലെസ് ദാൻ ദി അപ്പാൻഡ് പവർ. അപ്പാൻഡ് പവറിനേക്കാൾ കുറവായിരിക്കും എന്ത്, നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പവർ, അത് ആക്റ്റീവ് പവർ. അപ്പാൻഡ് പവർ V/I ആണ്. അതിനേക്കാൾ എന്തായിരിക്കും, കുറവായിരിക്കും. V/I cos 5 എന്താണ് 0.8 ലാഗിങ് എന്ന് പറഞ്ഞാൽ, അല്ല 0.8 ലീഡിങ് ആയിരിക്കും. ലീഡിങ് ആണെങ്കിലും ലാഗിങ് ആയാലും എന്ത് ചെയ്യും, പവർ ഫാക്ടർ കുറവായിരിക്കും. പവർ ഫാക്ടർ കുറവാകുമ്പോൾ എന്താണ്, പിന്നെ ആക്റ്റീവ് പവർ കുറവായിരിക്കും. അപ്പോൾ അപ്പാൻഡ് പവറിനേക്കാൾ എപ്പോഴും എന്ത് ചെയ്യും, ലീഡിങ് പവർ ഫാക്ടറിൽ ആക്റ്റീവ് പവർ കുറവായിരിക്കും. അപ്പോൾ ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന് കറണ്ട് ലീഡ് ചെയ്യും ഒരു ആംഗിൾ. ഇനി നോക്കുക, മോസ്റ്റ്ലി കപ്പാസിറ്റീവ് സർക്യൂട്ടാണ് എന്ത് ലീഡിങ് പവർ ഫാക്ടർ ഉണ്ടാക്കുന്നത്. ആൻഡ് സിങ്ക്രണസ് മോട്ടോർ ഓപ്പറേറ്റ് അറ്റ് ഓവർ എക്സൈറ്റേഷൻ കോൺട്രിബ്യൂട്ട് ഫോർ ലീഡിങ് പവർ ഫാക്ടർ. ഒന്ന് കപ്പാസിറ്റർ, രണ്ട് സിങ്ക്രണസ് മോട്ടോർ ഓവർ എക്സൈറ്റേഷനിൽ വർക്ക് ചെയ്താൽ അതിന് സിങ്ക്രണസ് കണ്ടൻസർ എന്നാണ് നമ്മൾ പറയുക. ഇത് രണ്ടും എന്ത് ചെയ്യും, ലീഡിങ് പവർ ഫാക്ടർ നമുക്ക് തരും. ഇനി ലാഗിങ് പവർ ഫാക്ടർ. ലാഗിങ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ വെക്റ്റർ ഡയഗ്രാം നമ്മൾ ഓർത്ത് വെക്കണം. എന്താണ്, ലാഗിങ് പവർ ഫാക്ടർ ആണെങ്കിൽ വോൾട്ടേജിന് കറണ്ട് ലാഗ് ചെയ്യുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കറണ്ട് നമ്മൾ വരക്കുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസിലാണ് കറണ്ട് താഴേക്കാണ് ഉണ്ടാവുക. പിന്നെ ലീഡിങ് ആണെങ്കിൽ മുകളിലേക്കായിരുന്നു, താഴേക്കാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ്, കറണ്ട് ലാഗ് ചെയ്യാനുള്ള വെക്റ്റർ ഡയഗ്രാം ഇങ്ങനെയാണ്. കറണ്ട് ലാഗ് ഇൻ സച്ച് സർക്യൂട്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഇൻ ഇലക്ട്രിക്കൽ ഡിഗ്രി. കറണ്ട് എന്ത് ചെയ്യും, വോൾട്ടേജിന് പിറകിലായിരിക്കും വരിക, ലാഗ് ചെയ്യുന്നത് നമ്മൾ പിന്നെ അതിൻ്റെ സൈൻ വേവ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഇവിടെയും എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പാൻഡ് പവറിനേക്കാൾ കുറവായിരിക്കും എന്ത്, ട്രൂ പവർ. അപ്പാൻഡ് പവറിനേക്കാൾ കുറവായിരിക്കും ആക്റ്റീവ് പവർ. ഞാൻ പറഞ്ഞു 0.5 ലാഗിങ് ആണെങ്കിലും ലീഡിങ് ആണെങ്കിലും എന്താണ്, രണ്ടും സെയിം തന്നെയാണ്. എന്താണ്, ലീഡിങ് ആണെങ്കിലും ലാഗിങ് ആണെങ്കിലും നമുക്ക് പവർ ഫാക്ടർ കുറവായിരിക്കും ഉണ്ടാവുക. 0.5 ലീഡിങ് ആണെങ്കിലും ലാഗിങ് ആണെങ്കിലും നമുക്ക് എന്താണ്, കുറേ വേസ്റ്റാണ്. 0.5 ആണെങ്കിൽ പകുതി വേസ്റ്റാണ് ഉണ്ടാകുക. അപ്പോൾ എന്താണ്, അപ്പാൻഡ് പവറിനേക്കാൾ കുറവായിരിക്കും ആക്റ്റീവ് പവർ ഉണ്ടാവുക. ഇതെന്താണ്, ലാഗിങ് പവർ ഫാക്ടർ ഉണ്ടാക്കുന്നത് മോസ്റ്റ്ലി ഇൻഡക്റ്റീവ് ലോഡ് ലൈക്ക് ഇൻഡക്ഷൻ മോട്ടോർ, ഇൻഡക്ഷൻ ഫർണേഴ്സ് അക്കൗണ്ട് ഫോർ ലാഗിങ് പവർ ഫാക്ടർ. ലാഗിങ് പവർ ഫാക്ടർ ഉണ്ടാക്കുന്നത് എന്താണ്, ഇൻഡക്ഷൻ മോട്ടോർ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡുകൾ ആണ് ലാഗിങ് പവർ ഫാക്ടർ ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് സീറോ പവർ ഫാക്ടർ. പവർ ഫാക്ടർ 90 ഡിഗ്രി ആണെങ്കിൽ ദർ ഈസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് 90 ഡിഗ്രി ബിറ്റ്വീൻ ദി കറണ്ട് ആൻഡ് വോൾട്ടേജ്. കറണ്ടും വോൾട്ടേജും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ദ സർക്യൂട്ട് വിൽ ഹാവ് സീറോ പവർ ഫാക്ടർ. മനസ്സിലോ, ഇവിടെ 90 ആണെങ്കിൽ എന്താണ്, കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ സീറോ പവർ ഫാക്ടർ ആണ്. അങ്ങനെ 0 വന്നാൽ എന്ത് ചെയ്യും, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കും നടക്കണില്ല. 0 × VI എന്ന് പറഞ്ഞാൽ അത്രേ 0. അപ്പോൾ എന്താണ്, നമുക്ക് ലൈനിൽ എന്ത് വന്നു, സപ്ലൈ വന്നു, പവർ വരുന്നുണ്ട്, പക്ഷേ എന്താണ്, യൂസ്ഫുൾ ആയിട്ടില്ല. പവർ ഫാക്ടർ 0 ആണെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള അത് ഫുൾ വേസ്റ്റ് ആയിട്ട് പോവും. നോ യൂസ്ഫുൾ വർക്ക് ക്യാൻ ബി ഡൺ. ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് നടക്കില്ല. പവർ അവിടെ നമുക്ക് 0 ആയിരിക്കും ഉണ്ടാവുക. ആക്റ്റീവ് പവർ 0 ആയിരിക്കും. പ്യുവർ ഇൻഡക്റ്റീവ് ഓർ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് അക്കൗണ്ട് ഫോർ സീറോ പവർ ഫാക്ടർ. ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് അങ്ങനെ ഒന്നും കിട്ടുമെന്നുള്ളത് കിട്ടൂല സത്യത്തിൽ. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഒരു ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചുറ്റുകൾ അല്ലേ, ഒരു കമ്പി ചുറ്റുകളാണ്. നമ്മളിപ്പോൾ ഒരു കോപ്പർ വയർ കുറേ ചുറ്റിയാൽ അതിനെന്താണ്, പ്യുവർ ഇൻഡക്റ്റീവ് ഒരിക്കലും ആവില്ല. അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ, ആ കമ്പിക്ക് ഒരു റെസിസ്റ്റൻസ് ഇല്ലേ, അതുകൊണ്ട് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആവില്ല. അങ്ങനെ ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടോ അല്ലെങ്കിൽ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടോ ഉണ്ടാവുകയാണെങ്കിലാണ് സീറോ പവർ ഫാക്ടർ ഉണ്ടാവുക. അപ്പോൾ സീറോ പവർ ഫാക്ടർ ആണെങ്കിൽ നമുക്ക് ആക്റ്റീവ് പവർ 0 ആയിരിക്കും. അപ്പോൾ പിന്നെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് പവറും പവർ ഫാക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ.
നമ്മളൊരു പവർ ട്രയാങ്കിൾ ഉപയോഗിച്ച് അത് പറഞ്ഞു. പിന്നെ എന്താണ് പവറുകൾ, 3 ടൈപ്പ് പവറുകളെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പാരൻറ്റ് പവർ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ. പിന്നെ അത് കാണാനുള്ള ഇക്വേഷനുകളൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ് പവർ ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ലോ പവർ ഫാക്ടറിനുള്ള കാരണങ്ങൾ പറഞ്ഞു. ലോ പവർ ഫാക്ടറിൻ്റെ പവർ ആണെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. പിന്നെ എന്താണ് മെത്തേഡ് ഓഫ് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ് പറഞ്ഞു. അതിൻ്റെ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. ഇത്രയും കാര്യങ്ങളാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ്. എ സി സർക്യൂട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പവർ ഫാക്ടർ. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത ക്ലാസ് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ റെസിസ്റ്റൻസ്, ഒരു പിന്നെ സർക്യൂട്ട് അതിൽ പ്യുവർ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ പ്യുവർ ഇൻഡക്റ്റൻസ്, പ്യുവർ കപ്പാസിറ്റൻസ്. പ്യുവർ ഇൻഡക്റ്റൻസിലെ പ്യുവർ കപ്പാസിറ്റൻസ് മാത്രമുള്ള സർക്യൂട്ടുകളാണെങ്കിൽ അത് ഉണ്ടാവുമോ എന്നുള്ളത് വേറെ കാര്യം. എന്താണ് ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്, ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.